ഉസ്താദുമാർ, പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കൾ, മുതഅല്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മഹത്തായ ഒരുമിച്ച് കൂടൽ, നമ്മുടെ ജുമഅയും ഖുതുബയും നമ്മുടെ മറ്റു ഇബാദത്തുകളെല്ലാം അവന്റെ പൊരുത്തത്തിലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ സാധുക്കളായി ഞങ്ങളെ നീ പെടുത്തി തരണം അല്ലാഹ്. പരിശുദ്ധ റമദാനിലെ ഒരു പക്ഷേ അവസാനത്തെ വെള്ളിയാഴ്ച ആവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ഖുതുബയിൽ പരിശുദ്ധ റമദാനിനോട് സലാം പറഞ്ഞ് യാത്രയേക്കുന്ന ഒരു രംഗം മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആ സലാം പറയുമ്പോൾ മുഅ്മിനിന്റെ ഖൽബ് ഒന്ന് പിടക്കും, മുഅ്മിന്റെ ഖൽബിൽ വലിയൊരു വിഷമം ഉണ്ടാകും എന്നതിൽ തർക്കമില്ല. കാരണം പരിശുദ്ധ റമദാൻ ബറക്കത്തിന്റെയും സന്തോഷത്തിന്റെയും മഗ്ഫിറത്തിന്റെയും പാപമോചനത്തിന്റെയും നരകമോചനത്തിന്റെയും മഹത്തായ മാസമാണ് പരിശുദ്ധ റമദാൻ. മാസങ്ങളുടെ നേതാവ് സയ്യിദുൽ ശുഹൂർ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാസങ്ങളുടെ നേതാവായ സയ്യിദ് പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരാൻ 2 മാസക്കാലം മുൻപ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിനെ വരവേൽക്കാൻ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച വലിയൊരു ദുആയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. റമദാൻ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ്, റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ അല്ലാഹ് എന്ന മഹത്തായ ദുആ റജബിലും ശഅബാനിലും പ്രത്യേകം ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ട് ആ റമദാനിനെ ലോക മുഅ്മിനീങ്ങൾ വരവേറ്റപ്പോ ആ റമദാൻ കടന്നു വരുമ്പോ റമദാനിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന മനുഷ്യനിക്കുള്ള സന്തോഷം പ്രകടിപ്പിച്ച മനുഷ്യന് ഹബീബായ തങ്ങൾ പറഞ്ഞു, നരകം നിഷിദ്ധമാണ്. മൻ ഫറഹ ബിദുഖൂലി റമദാൻ ഹറമല്ലാഹു ജസദഹു അലന്നീറാൻ. പരിശുദ്ധ റമദാനിന്റെ വരവേൽപ്പിൽ, റമദാനിന്റെ കടന്നുവരവിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന മുഅ്മിനിക്ക് നരകം നിഷിദ്ധമാണ്. എന്താണ് മുഅ്മിനിന്റെ സന്തോഷം? പരിശുദ്ധ റമദാൻ സയ്യിദുൽ ശുഹൂറായ പരിശുദ്ധ റമദാനിൽ കടന്നു വന്നാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വൽ ബയ്യിനാത്ത്. പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട പരിശുദ്ധ മാസം ഞങ്ങളിലേക്ക് കടന്നു വരുന്നു. ആ റമദാൻ മാസം ഞങ്ങളിലേക്ക് കടന്നു വന്നാൽ അല്ലാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ ഒരുപാട് ഖത്ം ചെയ്യാനുള്ള അവസരം ലഭിക്കുമല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ ഇഅ്തികാഫിരുന്ന അല്ലാഹുവിനിക്ക് ധാരാളം ദിക്ർ ചൊല്ലാൻ, അല്ലാഹുവിനിക്ക് ധാരാളം തസ്ബീഹ് ചൊല്ലാൻ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ പ്രത്യേകമായ ഒരു അവസരം ലഭിക്കുകയാണല്ലോ. ഈ ഒരു സന്തോഷമാണ് മുഅ്മിനിന്. ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന മുഅ്മിനിനെ അല്ലാഹു നരകം നിഷിദ്ധമാക്കുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് റമദാൻ കൂടി വിരചൊടിക്കുമ്പോ നമുക്ക് വലിയൊരു അവസരം നഷ്ടപ്പെടുകയാണ്, വലിയൊരു നല്ലൊരു സാഹചര്യം നഷ്ടപ്പെടുകയാണ്. ആ ഒരു വലിയ ദുഃഖത്തിലാണ് മുഅ്മിനീങ്ങൾ. ഇതൊരു പക്ഷേ അവസാനത്തെ വെള്ളിയാഴ്ചയായി പോകുമോ? അതല്ല, അടുത്ത വെള്ളിയാഴ്ച റമദാൻ 30 പൂർത്തീകരിച്ച് നമുക്ക് ലഭിക്കുമോ? അല്ലാഹു നമുക്ക് റമദാൻ 30
സന്തോഷത്തോടെ എല്ലാ നിലക്കുള്ള കബൂലിയത്തോടെ റമദാനിൽ യാത്രയാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ വആഖിറുഹു ഇദതും മിനന്നാർ, പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 അത് നരകമോചനത്തിന്റെ 10. അതുകൊണ്ടാണ് നമസ്കാരത്തിന്റെ പിറകെ റമദാൻ 10 ദൈവരഞ്ഞ് തുടങ്ങിയാൽ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുവേ എന്നെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാഹ്. എന്നിട്ട് ചോദിക്കുകയാണ് വഅദ്ഖിൽനിൽ ജന്ന, എന്നെ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. മഹത്തായ ചോദ്യം എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹുവിനോട് ധാരാളം നരകമോചനത്തിന് ചോദിക്കേണ്ട സമയമാണ് അവസാനത്തെ 10 കേട്ടോ. അല്ലാഹുവിന്റെ ഒരുപാട് ലക്ഷമല്ല കൂടാനും കൂടി അടിയാറുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് റബ്ബ് തആലയോട് നമ്മുടെ കൽബും നമ്മുടെ ശരീരവും ആത്മാവിനെയും റബ്ബിലേക്ക് തിരിച്ചിട്ട് റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ട് എനിക്ക് നരകമോചനം നൽകണേ അല്ലാഹ് എന്ന് മനസ്സ് തട്ടിയിട്ട് ദുആ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അതൊരു നിസ്കാരത്തിന്റെ പിറകെ മാത്രമല്ല, തഹജ്ജുദ് കഴിഞ്ഞ് ഒറ്റയായിരുന്നിട്ട് നമ്മുടെ കണ്ണുനീരൊലിപ്പിച്ചിട്ട് ഖാലിദായ റബ്ബിനോട് അല്ലാഹ് എന്റെ ജീവിതത്തിൽ ഓരോ സമയത്തും പല നിമിഷങ്ങളിലെ സാഹചര്യത്തിൽ അടിമപ്പെട്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ട്. സംഭവിച്ച തെറ്റുകൾ റബ്ബിലേക്ക് തുറന്ന് സമ്മതിച്ച് അല്ലാഹുവിനോട് കേണപേക്ഷിച്ച് യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, റബ്ബിലേക്ക് നിഷ്കളങ്കതയോടെ മനസ്സ് തൊട്ടിട്ട് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങി റബ്ബിനോട് ജന്നത്തുൽ സ്വർഗ്ഗത്തെ ചോദിച്ചു നരകമോചനത്തെ ചോദിക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് കഴിയണം. അല്ലാഹു നരകമോചനത്തിൽ നമ്മെ പെടുത്തി തരട്ടെ. അതല്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതാ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുകയാണ്. ആ സമയത്ത് ഉമയ്യത്ത് ബിൻ ഖലഫ് അൻ-നജിക്കാരി, അതേ ബഹുമാനപ്പെട്ട ബിലാൽ ബിൻ റബാഹ് തങ്ങൾ ചുട്ടുവെള്ളുന്ന മണൽ തരിയിലിട്ട് വല്ലാതെ പീഡിപ്പിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് സഹിച്ചില്ല. അടിമയായ ബിലാൽ ബിൻ റബാഹ് തങ്ങളെ ഉമയ്യത്ത് ബിൻ ഖലഫ് വല്ലാതെ ആക്രമിക്കുന്നു, പീഡിപ്പിക്കുന്നു, വല്ലാതെ അക്രമം അടിച്ചു വിടുന്നത് സിദ്ദീഖ് തങ്ങൾ കണ്ടപ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് സഹിച്ചില്ല. അവിടുന്ന് ഉമയ്യത്ത് ബിൻ ഖലഫിനോട് ചോദിക്കുകയാണ്, ഈ അടിമയെ നിങ്ങൾ എനിക്ക് വിൽക്കണോ? ആ സമയത്ത് ഉമയ്യ ബിൻ ഖലഫ് പറഞ്ഞു, അവൻ എത്ര കിട്ടിയാൽ വലിയ സന്തോഷമാണല്ലോ, അവരെന്നതാ വിൽക്കാമെന്ന് കൊണ്ടു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ ഉമയ്യത്ത് ബിൻ ഖലഫിൽ നിന്ന് ബിലാൽ ബിൻ റബാഹ് തങ്ങൾ ഒരുപാട് കാശ് കൊടുത്തിട്ട് അടിമത്തത്തിൽ വിലക്ക് വാങ്ങിയിട്ട് അടിമത്തത്തിൽ മോചിപ്പിച്ചിട്ട് ഹബീബായ തങ്ങളുടെ കൊണ്ടുപോകുന്നു. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ സാന്നിധ്യത്തിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ബിലാൽ ബിൻ റബാഹ് തങ്ങളെയും കൊണ്ടുവന്നിട്ട് ഹബീബായ തങ്ങളോട് പറഞ്ഞു, നബിയേ, ഉമയ്യത്ത് ബിൻ ഖലഫിൽ നിന്ന് ഞാനിതാ മോചിപ്പിച്ചുകൊണ്ട് വന്നതാണ്. വല്ലാത്ത
പീഡനം സഹിച്ചുകൊണ്ടിരുന്ന ബിലാൽ തങ്ങളെ ആ സമയത്ത് ഹബീബായ തങ്ങള് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളോട് പറയുന്നു, ഓ സിദ്ദീഖ് അന്ത അതീഖുല്ലാഹ്, അന്ത അതീഖുല്ലാഹ്. അല്ലാഹു തആല നിങ്ങളെ ദുനിയാവിൽ തന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച ആളാണ് സിദ്ദീഖ്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിച്ച് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് നല്ലൊരു അവസരമാണ് നരകമോചനം ചോദിക്കാൻ. അവിടുത്തെ ഉത്തരവിന്റെ ഉമ്മത്തിന് അല്ലാഹു നൽകിയ പരിശുദ്ധ റമളാൻ. റബ്ബിനോട് നരകമോചനം ചോദിക്കേണ്ടത് മനസ്സിലാക്കിയിട്ടാണ് മുഅ്മിനീങ്ങളെ. നമ്മൾ തങ്ങള് നമ്മൾ റമളാനിൽ നോമ്പെടുത്ത മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള ആളുകളെ ഈമാനം വഹ്തിസാബോടുകൂടെ എനിക്ക് അല്ലാഹു തആല ഈ നോമ്പെടുത്തത് കൊണ്ട് വലിയ പ്രതിഫലം തരും. ആ ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ നോമ്പെടുക്കുമ്പോൾ അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നു. അതുപോലെ തന്നെ നമ്മൾ തറാവീഹ് നിസ്കരിക്കുമ്പോൾ ഈ നല്ല ഖിയാമുൽ നൃത്തത്തിൽ നിസ്കാരത്തിൽ നല്ല ഖിറാഅത്ത് നല്ല തറാവീഹ് ഇമാമത്ത് അല്ലാഹു മുസ്ലിമാമിന്റെ വീട്ടിലൂടെ നിസ്കരിക്കുമ്പോൾ വല്ലാത്തൊരു കുളിർമ മനസ്സായിട്ടോടെ അത് വലിയ കൂടി ആഗ്രഹിച്ചിട്ട് തറാവീഹ് നിസ്കരിച്ചാൽ അല്ലാഹ് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. അതുപോലെ തന്നെ അല്ലാഹു തആല ആ മലക്ക് നമ്മളെ റബ്ബിന്റെ ഈമാനോട് ഇഹ്തിസാബോടുകൂടി കൂലി ലഭിക്കും. ഇതാണ് പറഞ്ഞതാണ്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. മുത്തലിമിന്റെ അല്ലാഹുവിന്റെ വഹ്യ് പ്രകാരമേ തങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. ആ തങ്ങളാണ് പറഞ്ഞത്, ഈമാനോടെ ഇഹ്തിസാബോടുകൂടി ഒരാൾ നോമ്പ് നോറ്റാൽ തറാവീഹ് നിസ്കരിച്ചാൽ അവന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമേ. അവനിക്ക് അല്ലാഹു നരകമോചനം നൽകുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവോട് ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് ഹബീബായ തങ്ങൾ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുവിനോട് ദുആ ചെയ്താൽ റബ്ബ് തആല നമ്മുടെ ദുആ ഖബൂൽ ചെയ്യാതിരിക്കില്ല. അല്ലാഹു നമുക്ക് പുറത്തു തരാതിരിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നല്ല ഇസ്തിഗ്ഫാറിന്റെ പാപമോചനത്തിന്റെ നരകമോചനത്തിന്റെ ഈ മാസത്തിൽ ധാരാളം പാപമോചനം ചോദിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ റമളാനിന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾ മുഴുവൻ പുറത്തു തരുമാറാകട്ടെ. ഈ റമളാനിൽ നമ്മൾ സ്തുതിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ശഹാദത്ത് ചൊല്ലിയിട്ട് ശഹാദത്ത് ചോദിച്ചിട്ട് റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവിന്റെ പാപങ്ങൾ ധാരാളമാണ്. എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ട്. എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ആ തെറ്റുകൾ മുഴുവനും മനസ്സിൽ കൊണ്ടുവന്ന് ഇനി ഞാൻ തെറ്റിലേക്ക് മടങ്ങൂല, ഞാൻ ഇനി തെറ്റ് ചെയ്യൂല. റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. മനസ്സുകൊണ്ട് ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ അല്ലാഹു നമുക്ക് പുറത്തു തരുന്നതോ. എന്നിട്ട് അസ്അലുക അസ്അലുകൽ ജന്ന,
പടച്ചവനെ എനിക്ക് നീ സ്വർഗം തരണയല്ല. ആ പരിശുദ്ധമായ സ്വർഗം ലഭിക്കാൻ നമുക്ക് ഏറ്റവും വലിയ മാർഗമാണ് പ്രിയപ്പെട്ടവരെ. ആ സ്വർഗം നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്, എന്നാൽ സ്വർഗം നമ്മെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. ആ സ്വർഗം നമ്മെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ആരാണ് ആ 4 വിഭാഗത്തെ സ്വർഗം വിളിക്കുന്നുണ്ട്? അൽ ജന്നത്തു അൽ ജന്നത്തു റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ 4 നഫർ. 4 വിഭാഗത്തെ സ്വർഗം അങ്ങോട്ട് ആശിക്കുന്നുണ്ട്, അങ്ങോട്ട് കൊതിക്കുന്നുണ്ട്. മുത്തനബി പറഞ്ഞു, താരിഖുൽ ഖുർആൻ. ഈ ഖുർആൻ റമദാനിൽ മാത്രമല്ല, റമദാനിൽ പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനിന്റെ മാസമായതുകൊണ്ട് ധാരാളം ഖത്മുകൾ തീർക്കേണ്ടതുണ്ട്. ഈ ഖുർആൻ ഓതുന്ന മനുഷ്യനെ സ്വർഗ്ഗം അങ്ങോട്ട് വെൽക്കം ചെയ്യുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ സ്വർഗ്ഗം നമ്മെ അങ്ങോട്ട് മാടി വിളിക്കുന്നുണ്ട്. നമ്മളെ കടന്നു പോകാൻ, നമ്മളെ സ്വർഗത്തിലേക്ക് ചെല്ലാൻ സ്വർഗം വല്ലാണ്ട് ആശിക്കുന്നുണ്ട്. പ്രയാസമില്ല. രണ്ടാമത് മുത്തനബി പറയുന്നു, വഹാഫിദുൽ ലിസാൻ. നാവിനെ സൂക്ഷിക്കുന്ന മനുഷ്യൻ അനാവശ്യ സംസാരങ്ങളിൽ നിന്ന്, ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ് പറയുന്നതിൽ നിന്ന് നാവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അല്ലാഹു നമുക്ക് നൽകിയ നാവ് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹമായ അവയവങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട നാവ്. അതുകൊണ്ട് അല്ലാഹുവിനിക്ക് ദിക്ർ ചൊല്ലാനാണ്, അല്ലാഹുവിനിക്ക് തസ്ബീഹ് ചൊല്ലാനാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതാനാണ് അല്ലാഹു നമുക്ക് നാവ് നൽകിയിട്ടുള്ളത്. അങ്ങനെ നാവിൽ പരിശുദ്ധ ഖുർആൻ ഓതി മുത്തനബിയുടെ സ്വലാത്ത് ചൊല്ലി, പ്രത്യേകിച്ച് റമദാനാകുന്നു, റമദാനിലെ വെള്ളിയാഴ്ച പകലും രാവുമാകുന്നു, അല്ലാത്ത വെള്ളിയാഴ്ച പകലും രാവും എപ്പോഴും മുത്തനബിയുടെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി നമ്മുടെ നാവിനെ പച്ചയാക്കേണ്ടതുണ്ട്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ്? ഹബീബായ തങ്ങൾ തന്നെ പറയുന്നു, മൻ സല്ലല്ലാ അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. ആരെങ്കിലും എന്റെ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്നു. 10 ഗുണങ്ങൾ അല്ലാഹു അവനിക്ക് ചെയ്യുന്നു. വഹദ്ദത അൻഹു അശ്റു ഖതീആത്ത്. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അവന്റെ 10 പാപങ്ങളെ അല്ലാഹു മായിച്ചു കളയുന്നു. അതുപോലെ തന്നെ അവനിക്ക് 10 ദറജകൾ ഒരു സ്വലാത്ത് കൊണ്ട് അല്ലാഹു നൽകുന്നു. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കാനാണ് ഹബീബായ തങ്ങൾ പറയുന്നു, നമുക്ക് അല്ലാഹു നാവ് നൽകിയിട്ടുള്ളത്. അങ്ങനെ സ്വലാത്ത് ചൊല്ലി ദിക്ർ ചൊല്ലി പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി നാവിനെ ഉപയോഗപ്പെടുത്തി. അതേ തെറ്റുകുറ്റങ്ങളിൽ നാവിനെ സൂക്ഷിക്കുന്ന മനുഷ്യനെ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നുണ്ട്. മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് ഹബീബായ തങ്ങൾ പറയുന്നു, പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം നൽകുന്നവർ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നവർ, പാവപ്പെട്ട മതങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ, അൽഫുദൈകൾക്ക് ഭക്ഷണം നൽകുന്നവർ, അനാഥ അഗതി മക്കൾക്ക് ഭക്ഷണം നൽകുന്നവർ. അതാണ് നമ്മുടെ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൽ ആയിരക്കണക്കായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഹഫിദഹുല്ലാഹു വറഅ. അവിടുത്തെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ മുതല്ലിമീങ്ങൾക്ക്, ഇവിടുത്തെ അനാഥ അഗതി മക്കൾക്ക്, ഇവിടുത്തെ പാവപ്പെട്ട മക്കൾക്ക്
വേണ്ടി അതേ എത്ര പേര് ഭക്ഷണം നൽകുന്നു. നാട്ടിലും വിദേശത്തുമുള്ളവർ ഇവിടെ നോമ്പ് തുറപ്പിക്കുന്നു. അതിനു വേണ്ടി എത്ര പേര് സഹായിക്കുന്നുണ്ട്. അതേ സഹായിച്ച ഒരു മനുഷ്യനും നഷ്ടം സംഭവിക്കുക. അങ്ങനെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നവന് സ്വർഗം വൈകം ചെയ്യുന്നുണ്ട്, സ്വർഗം ആശിച്ചു നിൽക്കുന്നുണ്ട്. ആ മൂന്ന് വിഭാഗത്തിൽ പെടാൻ മുഅ്മിനീങ്ങളെ നമുക്ക് പ്രയാസമില്ലല്ലോ. നാലാമത്തെ വിഭാഗത്തെ കുറിച്ച് ഹബീബ് തങ്ങൾ പറയുന്നു, വസ്സായിമീന ഫീ ശഹ്രി റമളാൻ. ആ നോമ്പ് വെറുതെ എത്ര നോമ്പുകാരാ പകല് സമയം ഇങ്ങനെ പട്ടിണി കിടക്കുന്നു. പക്ഷേ അവരുടെ നാവിന് ഒരു വിശ്രമമില്ല. നാവ് കൊണ്ട് ഇങ്ങനെ അനാവശ്യം സംസാരിക്കുന്നു, ഗീബത്ത് പറയുന്നു, നമീമത്ത് പറയുന്നു, പരദൂഷണം പറയുന്നു. ഇങ്ങനെയുള്ള നോമ്പുകാർ അവരുടെ നോമ്പ് റബ്ബ് തആലാക്ക് ആവശ്യമില്ല. നോമ്പെടുത്തിട്ട് പരിശുദ്ധ ഖുർആൻ ദിക്ർ ചൊല്ലി, ധാരാളം തസ്ബീഹ് ചൊല്ലിയിട്ട്, ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നോമ്പ് പകല് മുഴുവനും പരിശുദ്ധ ഖുർആനോതി രാത്രി ഇബാദത്ത് നിസ്കാരങ്ങളിലായിട്ട് കഴിയുന്ന നോമ്പുകാരെ അതേ സ്വർഗ്ഗം ആശിച്ചു നിൽക്കുന്നു. റബ്ബ് തആല നമ്മെ മുഴുവനും നാല് വിഭാഗത്തിൽ പെടാനും നമുക്ക് പ്രയാസമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഓർക്കുകയാണ്. പരിശുദ്ധ ഖുർആന്റെ ഓതുന്നവരാവണം, ദിക്ർ ചൊല്ലുന്നവരാവണം, ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാവണം. ഇസ്തിഗ്ഫാർ ചൊല്ലി 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 റബ്ബിലേക്ക് കേട്ടിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഏത് വിഷയവും സാധിപ്പിച്ചു കിട്ടും. എന്ത് വേണോ നമുക്ക്, മഴ വേണോ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, മക്കൾ വേണോ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, സമ്പത്ത് വേണോ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, പാപങ്ങൾ കൊടുക്കണോ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, ഫഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. നമുക്ക് മഴ വേണോ, സന്താനങ്ങൾ വേണോ, നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അതിന്റെ മുഴുവനും പരിഹാരം അത് ഇസ്തിഗ്ഫാർ തന്നെ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഒരു യാത്ര, നീണ്ട യാത്രയിലായിട്ട് യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രി സമയമാകുന്നു. ആ രാത്രി സമയമായപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ വന്നിരുന്നു. ഒരു പള്ളി കണ്ടു, പള്ളിയിൽ കയറിയിട്ട് ഒന്ന് നിസ്കാരം കഴിച്ച് അവിടെ രാത്രിയിൽ വിശ്രമിച്ച് രാവിലെ യാത്ര തുടരാമല്ലോ. ആ നിലക്ക് പള്ളിയിൽ കയറിയിട്ട് ആ പള്ളിയുടെ പള്ളി ഖിദ്മത്ത് ചെയ്യുന്ന അവിടുത്തെ ജോലിക്കാരനോട് ചോദിച്ചു, പള്ളിയുടെ രാത്രി സമയമാകുമ്പോ നിസ്കാരം കഴിഞ്ഞ് പള്ളി മടച്ചു പോകാൻ നോക്കുമ്പോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ഓ മനുഷ്യ, ഞാനൊരു യാത്രക്കാരനാണ്, എനിക്കൊന്ന് രാത്രിയോടെ തന്നാൽ ഒന്ന് അനുമതി തരുമോ? കാവൽ നിൽക്കുന്ന ആൾ, പള്ളിയുടെ ഖിദ്മത്ത് ചെയ്യുന്ന ആൾ പറഞ്ഞു പറ്റൂല. വീണ്ടും ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ഞാനിവിടെ കടക്കാൻ പറ്റൂലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കടക്കുന്നില്ല, നിന്നുകൊള്ളാം. ഞാൻ എന്നിട്ട് നേരം പുലർന്നോടെ ഈ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചുകൊള്ളാം. നിങ്ങൾ പോകുമ്പോഴെങ്കിൽ പള്ളി താക്കോൽ എടുത്തു പോയിക്കോളൂ, ഞാൻ എന്റെ കത്തിൽ നമസ്കരിച്ചുകൊള്ളാം. ആ പള്ളിയുടെ കാവൽ ജോലിക്കാരൻ പറഞ്ഞു പറ്റൂല. അവിടുന്ന് അഹ്മദ് ബിൻ ഹംബൽ
ഹംബലുകളും വല്ലാത്ത വിഷമായിപ്പോയി. രാത്രി സമയമായി എന്ത് ചെയ്യൂ? വളരെ ദുഃഖത്തോട് അഹ്മദുൽ ഹംബലുകൾ ആ മനുഷ്യനോട് പറഞ്ഞില്ല, ഞാൻ അഹ്മദുൽ ഹംബലാണ് എന്ന് പറഞ്ഞില്ല. വിഷമത്തോടെ പള്ളിയുടെ പുറത്തിറങ്ങിയപ്പോ അതിന്റെ തൊട്ടടുത്തുള്ള വീട്ടുകാരന് അഹ്മദുൽ ഹംബലുകളെ കാണുന്നു. അവളെന്ന് അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊണ്ടേ നിങ്ങളുടെ മുഖത്ത് വലിയ വിഷമുണ്ടാകുന്നു, എന്താണ് പ്രയാസമെന്ന് ചോദിച്ചപ്പോ ഞാനിവിടെ അല്പം വിശ്രമിക്കാൻ നേരം പുലർന്നിട്ട് ഇവിടുന്ന് പോകാൻ ഉദ്ദേശിച്ചതാണ്, പള്ളിയിൽ കടക്കാൻ പറ്റൂല. ഇന്ന് ഈ പള്ളിയുടെ പള്ളിയുടെ ഹുദമത്ത് ചെയ്യുന്ന ആള് പള്ളിയിലെ ജോലിക്കാരൻ പറഞ്ഞു, ഞാൻ വലിയ പ്രയാസത്തിലാണ്. ആ വീട്ടുകാരിന് അഹ്മദുൽ ഹംബലുകളെ കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ കണ്ണൂരിൽ ബഹുമാനപ്പെട്ട അഹ്മദുൽ ഹംബലുകളെ വിശ്രമിക്കാൻ വേണ്ടി റൂം കൊടുക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട റൂമിൽ തുണിയുമ്പോ വീട്ടുകാരനെ പുറത്തു ചെന്നിട്ട് അതേ റൊട്ടി ഉണ്ടാക്കുന്ന പണിയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം റൊട്ടി ഇങ്ങനെ പാകം ചെയ്യുന്നു. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒരുവിടുന്നൊരു ശബ്ദം കേൾക്കുകയാണ്. അഹ്മദുൽ ഹംബലുകളെ ശ്രദ്ധിച്ചു കേട്ടു. ആ വീട്ടുകാരൻ അതേ റൊട്ടി പാകം ചെയ്തുകൊണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യനിങ്ങനെ ഒരു മന്ത്രവിധികൾ വരുന്നു. അഹ്മദുൽ ഹംബലുകളെ കാതുകൊട്ടി കേട്ടു നോക്കുമ്പോ ആ വീട്ടുകാരൻ ചൊല്ലുന്നു, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഈ ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. അഹ്മദുൽ ഹംബലുകൾക്ക് അവിടെ റൂമിൽ കിടക്കാൻ കഴിയുന്നില്ല. ആ വീട്ടുകാരന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, മനുഷ്യ എനിക്ക് കിടന്നിട്ട് വരുന്നില്ല, നിങ്ങൾ എന്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ എനിക്ക് ചൊല്ലുന്നു, എന്താണ് ഇത്രയും ഓർമ്മിപ്പിക്കാനും കാരണം? ആ സമയത്ത് വീട്ടുകാരൻ പറയുന്നു, ഉസ്താദേ, അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, ഇത് അഹ്മദുൽ ഹംബലുകളാണ്, മദ്ഹബിന്റെ ഇമാം, വലിയ സൂഫിയും പണ്ഡിതനും ആലിമുമാണെന്ന് ഈ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. വീട്ടുകാരൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ നേടിയെടുത്ത മുഴുവൻ നിഅമത്തുകളും അനുഗ്രഹങ്ങളും ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. എനിക്ക് അവസാനം മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ആഗ്രഹമുണ്ട് ഉസ്താദേ. ബഹുമാനപ്പെട്ട അഹ്മദുൽ ഹംബൽ എന്ന വലിയൊരു പണ്ഡിതനും വലിയ സൂഫിയും അഹ്മദുൽ ഹംബൽ എനിക്കൊന്ന് കാണണേ. അവരെ കണ്ടിട്ട് എനിക്ക് മരിക്കാനോ എന്ന നിയത്തിലാണ് ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോഴേക്ക് അഹ്മദുൽ ഹംബൽ ആ മനുഷ്യനോട് പറഞ്ഞു, ഓ മനുഷ്യ, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, കാണാനും വിളിച്ചു കൊള്ളുന്ന അഹ്മദുൽ ഹംബലെ ഞാനാകട്ടെ. ഇതെന്ന് അഹ്മദുൽ ഹംബൽ പറയുമ്പോഴേക്ക് ആ മനുഷ്യന് അഹ്മദുൽ ഹംബൽ തങ്ങൾ എത്തിപ്പിടിച്ചു അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നു. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇസ്തിഗ്ഫാർ കൊണ്ട് എന്തും നേടിയെടുക്കാൻ കഴിയും. അതിനൊരു തർക്കവും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമദാൻ നമ്മോട് വിട പറയാനിരിക്കുകയാണ്. ധാരാളം ഇസ്തിഗ്ഫാർ
ചൊല്ലി റബ്ബിനോട് നരകമോചനത്തെ ചോദിച്ചു റബ്ബിന്റെ പൊരുത്തത്തിനായി ജീവിച്ചു. മരണം എപ്പോഴും ഏത് സമയത്ത് വരിക എന്ന് പറയാൻ പറ്റൂല. ഇന്നലെ മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട് ഇവിടെ പഠിച്ചത് 2004 ഈ പാവപ്പെട്ടതിന്റെ കൂട്ടുകാരനായ ശരീഫ് സഖാഫി എന്ന പണ്ഡിതന് ബഹുമാനത്തിന് വലിയ മുദരിസായ നല്ല സൂക്ഷ്മതയോട് ആരോടും കൂടുതൽ അനാവശ്യമായ സംസാരമില്ലാത്ത ശരീഫ് സഖാഫി എന്ന യുവ പണ്ഡിതന് ആ പണ്ഡിതൻ ഇന്നലെ മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ മസ്ജിദുൽ ഹറാമിൽ വെച്ച് നേതൃത്വം നൽകി. എത്ര കൂട്ടുകാരാണ് നേരത്തെ യാത്ര പോയത്. നമ്മുടെ മരണം എപ്പോഴും അറിയില്ല. ഈ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഞാനും നിങ്ങളും പുറത്തിറങ്ങും ഉറപ്പില്ല. മരണം ഏത് സമയത്തെന്ന് പറയാൻ പറ്റില്ലല്ലോ. മരണം കൺമുന്നിൽ കണ്ട് റബ്ബിന്റെ പൊരുത്തത്തിനായി ജീവിക്കണം. ഒരു പനി വരുമ്പോ ഒരു തലവേദനയുണ്ടോ ഞാൻ മരിച്ചു പോകുമോ മരണത്തോർക്കലേ ഒരു പനി വരുമ്പോ സന്ദേഹങ്ങൾ കരഞ്ഞ് മരണത്തോർക്ക് കരയാൻ തുടങ്ങി. കാരണം മരണമെന്നുള്ളത് അങ്ങനെയാണ്. മരണമെന്ന പ്രതിഭാസം, മരണമെന്ന സ്നേഹം, മരണമെന്ന പരിസ്ഥിതി നമ്മെ പിടികൂടാതിരിക്കില്ല. നമ്മുടെ കൂടെ പിറപ്പിനെ പോലെ നമ്മുടെ നീളോട് നമ്മളോടൊപ്പം കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് സന്ദേഹങ്ങൾക്ക് ബോധങ്ങൾ പറഞ്ഞതും നാം മരിച്ച ചെറുപ്പിന്റെ ഭാവം നമ്മുടെ താകേക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനേക്കാൾ മരണമെന്ന ആ വലിയൊരു സംഭവം നമ്മെ കൊണ്ട് അടുത്തിട്ടുണ്ട്. ആ മരണം നമ്മൾ എല്ലാ ശരീരവും മരണത്തോട് ചുമക്കുക തന്നെ ചെയ്യും. മരിക്കാതെ ആരും അവശേഷിക്കില്ല. അതുകൊണ്ട് പടച്ചെറുപ്പിന്റെ പൊരുത്തത്തിലായി തെറ്റിൽ നിന്ന് മാറി നിന്ന് ഹറാമിയത്ത് ഒഴിവാക്കി അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി ജീവിക്കാൻ ഞാൻ നിങ്ങളും തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊരു 11 ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്ത് സന്തോഷത്തോടുകൂടെ പിരിയാം. നമ്മുടെ സ്ഥാപനം മർക്കസുൽ സഖാഫത്തി സുന്നിയ ഇതിനെ സഹായിക്കും എത്രയോ പേര് വിദേശത്തുണ്ട്, നാട്ടിലുണ്ട്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. നമ്മുടെ സ്ഥാപനത്തെ സഹായിച്ചപ്പോഴും ഇന്ന് ആരുടെ മണ്ണിലുണ്ട്. എല്ലാവരും ചെയ്യുന്നവരുണ്ട്. നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തന്ന മർക്കസിലെ എത്രയോ ഉസ്താദുമാർ, ഉസ്താദ് ചുരുഷോട് ഉസ്താദ്, ശൈഖുൽ ഹദീസ് അലികുൽ ഉസ്താദ്, അബ്ദുള്ള ഉസ്താദ്, കെകി ഉസ്താദ്, കട്ടിപ്പാറ ഉസ്താദ്, വീരാൻകുട്ടി ഉസ്താദ് തുടങ്ങി ഒരുപാട് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ നമ്മളോട് വിട പറഞ്ഞിട്ടുണ്ട്. ചെറിയ ഉസ്താദ് നമ്മോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. എല്ലാ മഹാത്മാക്കളുടെയും ദർജകൾ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ജീവിച്ചിരിപ്പോഴും കൂടെ അഭിമുഖ ഗുരുവന്യത സുൽത്താനുൽ ഉലമ ഉസ്താദ് വർദ്ധിപ്പിക്കും. ഞങ്ങളുടെ മുഴുവൻ ഉസ്താദുമാർക്കും ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. സുൽത്താനുൽ ഉലമക്ക് എല്ലാ നിലക്കുള്ള ഹിമ്മത്തും സിഹത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ മജ്ലിസിനെ ഖബൂലാക്കണം അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. യാ ഹയ്യു യാ ഖയ്യൂം യാ ലത്തീഫ് യാ അല്ലാഹ്. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الحمد لله رب العالمين
حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم أرحم الراحمين يا الله صادقنا നിങ്ങളുടെ മജ്‌ലിസിനെ കബൂലാക്കണം അല്ലാഹ് നിങ്ങളുടെ ജുമുഅ ഖുതുബ നിസ്കാരങ്ങൾ നിങ്ങളുടെ ഇബാദത്തുകൾ ഖുർആൻ പാരായണം നിങ്ങളുടെ ദിക്റുകൾ ഇസ്തിഗ്ഫാർ പറഞ്ഞ നസീഹത്തുകൾ സ്വലാത്തുകൾ എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ് ഓതിയ ഖുതുബുൽ ഖുർആൻ സ്വീകരിക്കണേ അല്ലാഹ് ഇതിന്റെ മിഥ്യ സവാബ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയ ഹബറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അവിടുത്തെ ആദ്യ അസ്വാജ് ദർദിയാത്ത് അഹ്ലുൽ ബൈത്ത് അസ്ഹാബുൽ ബദരീകളും സർവ മഹാന്മാരുടെയും ഹബറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് സർവ അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീൻ ശുഹദാക്കൾ സിദ്ദീഖീങ്ങളുടെ ഹബറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അവരുടെ ദർജകളും ഫദ്ലുകളും കറാമാത്തുകളും വർദ്ധിപ്പിക്കണേ അല്ലാഹ് ഞങ്ങൾ മരണപ്പെട്ടുപോയ ഉസ്താദുമാർ സാധാരണ ഭാര്യ മക്കളുടെ കുടുംബങ്ങൾ പലരുടെ മാതാക്കളെ പിതാക്കളെ ബന്ധുമിത്രാദികൾ സഹപാഠികൾ മരണപ്പെട്ടുപോയിട്ടുണ്ട് അല്ലാഹ് എല്ലാവരുടെയും ഖബറിലേക്ക് ഇതിന്റെ മിഥ്യ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് അവരുടെ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ് കണ്ടെത്താനുള്ള വിശാലമാക്കണേ അല്ലാഹ് ഈ മുതബറക്കായ മാസത്തിന്റെ അവമത്തുകൊണ്ട് ഈ മജ്‌ലിസിന്റെ ബറക്കത്തുകൊണ്ട് ഈ സമയത്തിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സാധാരണ ഭാര്യ മക്കൾ കുടുംബങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട ആരല്ല എവിടെയെല്ലാമുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിച്ചവർ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ നാട്ടിലുണ്ട് വിദേശത്തുണ്ട് ഇവിടുത്തെ നോമ്പുതരത്തിലേക്ക് സഹായിക്കുന്നവർ സഹായിച്ചവർ എല്ലാവരുടെയും പാപങ്ങളെ മായിച്ചു കളയണം അല്ലാഹ് ഈ പരിശുദ്ധ റമളാനിൽ അവസാനത്തെ പത്തിൽ ഈ മഹത്വമുള്ള വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ ഉയർത്ത തരക്കാർ ഖാദിമാക്കി തട്ടി കളയല്ല അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പരസ്യവും രഹസ്യവുമായി സംഭവിച്ചുപോയ സകല തെറ്റുകുറ്റങ്ങളും നിന്റെ റഹ്മത്തുകൊണ്ട് പൊറുത്തു തരണേ അല്ലാഹ് ഞങ്ങളുടെ സർവ്വ പാപങ്ങളും മായിച്ചു കളയണം അല്ലാഹ് ഞങ്ങളെല്ലാ പാപങ്ങളും നിന്റെ റഹ്മത്തുകൊണ്ട് ഹബീബായ തങ്ങളെ കൊണ്ട് പരിശുദ്ധ റമളാനിന്റെ ബറക്കത്തുകൊണ്ട് നീ കരിച്ചു കളയണം അല്ലാഹ് ഈ ലോകത്തും വിജയിപ്പിക്കണേ അല്ലാഹ് ഇസ്സത്തിലാക്കണം അല്ലാഹ് ലില്ലത്തിലക്കല്ല അല്ലാഹ് ഫദിയത്തിലക്കല്ല അല്ലാഹ് ഐബത്തിലക്കല്ല അല്ലാഹ് നിന്റെ പൊരുത്തത്തിനായി നീ ഖിദ്മത്തിനായി ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദുആയി സുൽത്താൻ അല്ലാഹ് ഞങ്ങളുടെ ഉലമാ സഹാബികൾ പ്രത്യേകിച്ച് സുൽത്താൻ ഉലമാ ഉസ്താദുകൾക്ക് ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദുആയി സുൽത്താൻ അല്ലാഹ് ആലികൂട്ടും ഞങ്ങൾക്ക് ഈ ഉമ്മത്തിന് ഒരുപാട് കാലം നൽകണേ അല്ലാഹ് മുഴുവൻ സഹാബികൾ ആലിമീങ്ങൾ സർവ്വവും നിന്റെ പൊരുത്തത്തിനായി ദുആയി സുൽത്താൻ അല്ലാഹ് ഞങ്ങളുടെ തഅല്ലുമ തഅലീമ തദ്രീസ് കച്ചവടത്തിന് ബിസിനസ്സിന് ജോലിയിലെ ഹറകാത്ത് സകനാത്തുള്ള നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് മർക്കസ് സഖാഫത്തി സുന്നിയ ഈ മഹത്തായ സ്ഥാപനത്തിൽ ഇതിന് സഹായിക്കുന്നവരിലല്ല വിദേശത്തും നാട്ടിലും പലരുണ്ട് അല്ലാഹ് എല്ലാവരും ഈ ബറക്കത്ത് നൽകണേ അല്ലാഹ് റാഹത്ത് നൽകണേ അല്ലാഹ് ലോക മുസ്ലിമീങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ് ലോകത്ത് നിലനിൽക്കുന്ന ഈ വലിയൊരു പ്രതിസന്ധി എത്രയും പെട്ടെന്ന് ബദരീകളെ കൊണ്ട് ഈ പരിശുദ്ധ മാസത്തിന്റെ അകമത്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യണേ അല്ലാഹ് ഈ സീസണിൽ വിദേശ രാജ്യങ്ങളോടും കൂടെ പ്രിയപ്പെട്ട പ്രവാസികൾ അപ്പോ അവർക്ക് വലിയ സലാമത്ത് നൽകണേ അല്ലാഹ് വലിയ ഹിഫ്ള് നൽകണേ അല്ലാഹ് ഒരു ബുദ്ധി
ബുദ്ധിമുട്ടുകൾ നീ പെടുത്തല്ല അല്ലാഹ്. നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരും ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. എത്രയോ രോഗികളുണ്ട് ആശുപത്രിയിൽ വീടുകളിൽ കഴിയുന്നവർ, ഡോക്ടർമാർ കൈവഴിഞ്ഞ രോഗികളുണ്ട്. ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, കംപ്ലൈന്റ് കിട്ടി ഫൈലായവർ ഉടച്ചുകൊണ്ട് ഷാഫിയായ കാഫിയായ മുആഫിയായ അല്ലാഹ് നിന്റെ റഹ്മത്ത് കൊണ്ട് ആജിലായ കാമിലായ ശിഫാഅ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണേ അല്ലാഹ്. ഇത് ഞങ്ങൾ അവസാനത്തെ റമദാനക്കല്ല അല്ലാഹ്. ഇത് ഞങ്ങൾ അവസാനത്തെ ഒരുമിച്ച് കൂടലാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. റമദാൻ കൊണ്ട് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവർ ഞങ്ങളെ നീ പെടുത്തണം അല്ലാഹ്. വിജയികളിൽ പെടുത്തണേ അല്ലാഹ്. പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാഹ്. കിബറില്ലാത്ത, ഉജ്ബില്ലാത്ത, റിയാഇല്ലാത്ത, ഹസദില്ലാത്ത, ഇഖ്തില്ലാത്ത, ഗളബില്ലാത്ത, ബിദ്അത്തില്ലാത്ത, നിഫാഖില്ലാത്ത ഖൽബിന്റെ ഉടമകളാക്കണേ അല്ലാഹ്. എല്ലാവിധ ഖൈറും ബറകത്തും സന്തോഷവും റാഹത്തും നൽകണേ അല്ലാഹ്. ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവരുടെയും വീട്, നാട്, തറവാട് നീ അറിയുമല്ലോ അല്ലാഹ്. എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മുതഅല്ലിമീങ്ങളാണ്. ഞങ്ങളുടെ മക്കൾക്ക് നാഫിയായ ഇൽമ നൽകണേ അല്ലാഹ്. ഇരുവിദ്യകളും അഭ്യസിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പരീക്ഷയിൽ വിജയിപ്പിക്കണേ അല്ലാഹ്. പരീക്ഷകളിൽ വിജയിപ്പിക്കണേ അല്ലാഹ്. ആരുടെ മുന്നിലും നീ പരാജയപ്പെടുത്തല്ല അല്ലാഹ്. ഇസ്സത്തോടെ ജീവിച്ച, ഇസ്സത്തോടെ നിന്റെ ദീനിനെ ഖിദ്മ ചെയ്ത, ഇസ്സത്തോടെ മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ഖ് മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്. അവിടുത്തെ യഖ്വത്തുൽ മനാമിൽ കാണിക്കണേ അല്ലാഹ്. അടുത്ത ഭാഗ്യം കുടുംബസമേതം പരിശുദ്ധ ഹജ്ജ്, ഉംറ, സിയാറകൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. എല്ലാ നിലക്കുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. 2 മാസം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട പിതാവ് സയ്യിദ് അബ്ദുൽ അദീസ് സിർമാൻ ഈ ലോകത്തോട് വിടപറഞ്ഞുപോയി. അല്ലാഹ് ഉപ്പയുടെ ഖബറിനെ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. അവിടുത്തെ ഖബറിനെ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. മുത്തായ തങ്ങളുടെ തിരുനോട്ടമുള്ള ഖബറാക്കണേ അല്ലാഹ്. ഉപ്പയും ഞങ്ങളുടെ ഉസ്താദുമാർ, മശായിഖുമാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ എല്ലാവരുടെയും ഖബറിനെ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. നിന്റെ എത്രയോ അടിയാറുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പദ്ധതിയാണ് റബ്ബേ. ഞങ്ങളെയും അവരെയും നരകമോചിതരിൽ പെടുത്തണം അല്ലാഹ്. നിന്റെ റഹ്മത്താകുന്ന സ്വർഗ്ഗം നിന്റെ റഹ്മത്ത് കൊണ്ട് നൽകണം അല്ലാഹ്. എല്ലാ ബാധ്യതകളും നിർവഹിച്ച് അവസാനം നിന്റെ ഏറ്റവും അഫ്ദലായ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമ ഉറക്കെ ചൊല്ലി സ്വർഗ്ഗത്തിന്റെ ഫോട്ടോയുണ്ട് ഹബീബായ തങ്ങളുടെ തിരുമുഖം കണ്ട് സന്തോഷത്തോടെ, പുഞ്ചിരിയോടെ, ശ്രദ്ധയോടെ മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. يا ولد دعاء السلام عليكم ورحمة الله.